ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്കിലെ വിശേഷങ്ങളാണ്. കോട്ടയത്ത് നിന്നും 22 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്കിൽ നമുക്ക് എത്തിച്ചേരാം. 30 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർഷിക തീം പാർക്കാണ് മാംഗോ മെഡോസ്. 4500-ൽ ഇനം സസ്യങ്ങളും മരങ്ങളും ഇവിടെയുണ്ട്. ഇതിനു പുറമെ പാർക്കിൽ 22 കോട്ടേജുകളുണ്ട്. ഞങ്ങൾ ഫാമിലിയായി ഒരു ഞായറാഴ്ച ദിവസമാണ് പോയത്. അന്നേ ദിവസം ടിക്കറ്റിന് ഒരാൾക്ക് 400 രൂപയായി. അവധി ദിവസങ്ങളിൽ 400 രൂപയും മറ്റ് ദിവസങ്ങളിൽ ടിക്കറ്റിന് 350 രൂപയുമാണ്. അവർ നമുക്കൊരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായി അവിടെയുള്ള വളർത്തുമീനുകൾക്ക് ഭക്ഷണം നൽകുവാനുള്ള അവസരമാണ്. അതിനുള്ള തീറ്റ ഒരു ചെറിയ ബക്കറ്റിൽ നമുക്ക് തരും. ആവശ്യാനുസരണം അത് കൊടുക്കുവാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും നമുക്ക് സാധിക്കും. മീനൂട്ടിനെക്കുറിച്ച് പല പഴങ്കഥകളുമുണ്ട്. മാരക രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കാൻ മീനൂട്ടിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗൈഡ് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വിശദീകരണം നമുക്ക് നൽകുന്നതാണ്. ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിലും ഓരോ വൃക്ഷം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ നാളിൽ ജനിച്ചവർ നക്ഷത്ര വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുകയും നട്ടുപരിചരിച്ച് വളർത്തുകയും ചെയ്താൽ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ വൃക്ഷത്തിന് ചുവട്ടിലുമായി ഇതേപോലെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഏത് നാളിൻ്റെ ആണെന്നും ഏത് വൃക്ഷത്തിൻ്റെ പേരും നക്ഷത്രം ഏതാണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ വളരെ പുരാതനമായ ഒരു തൊഴിലാണ് കയർ നിർമ്മാണം. എന്നാൽ ഈ ഒരു കാലത്ത് നമുക്കത് കാണുവാനുള്ളൊരു സാഹചര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നത് കാണിക്കാനും ഒന്നുമുള്ളൊരു സാഹചര്യമില്ല. എന്നാൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് പുരാതനമായ ഇതേപോലെയുള്ള തൊഴിലുകൾ കാണുവാനും അതിൽ നമുക്ക് പങ്കുചേരുവാനുള്ള ഒരു അവസരം ലഭിക്കും. അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഒരു കളിമൺശാലയിലാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ ഫീ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുവാനും നമുക്ക് ആ പാത്രം വീട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് ചെയ്തത്. ബാക്കിയെല്ലാം ഫ്രീ ആയിരുന്നു. അവിടെ പണമടച്ച് ചെയ്യാവുന്ന റൈഡുകൾ വേറെയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക. പിന്നീട് ഞങ്ങൾ വള്ളത്തിൽ കയറി. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് വള്ളത്തിൽ കയറി വേറൊരാൾ അത് തുഴയാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെഡൽ ബോട്ട് ചവിട്ടി. പിന്നെ അവിടെ ഒരു വലിയ ടാങ്കിനുള്ളിൽ നിറയെ മീനുകൾ, നല്ല ഭംഗിയുള്ള നല്ല വലിയ മീനുകളെ കാണാനായിട്ട് സാധിച്ചു. ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം കുട്ടവഞ്ചിയായിരുന്നു. എങ്ങനെയാണത് തുഴയേണ്ടതെന്നോ ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഒരു ധൈര്യത്തിന് ഞങ്ങൾ എല്ലാവരും അതിൽ കയറി. ആദ്യം ഞങ്ങൾ 3 പേരും കൂടെ കയറി തുഴഞ്ഞ് പക്ഷേ നമ്മൾ തുഴയുന്ന ദിശയിലോട്ടല്ല അത് പോകുന്നത്. അത് ഓപ്പോസിറ്റ് ദിശയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്കൊരു ഭയമുണ്ട്. എങ്കിൽ കൂടിയും നമ്മളതൊരു രസകരമായിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു അത്. പിന്നെ നമ്മൾ ചെയ്തത് സൈക്ലിംഗ് ആണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ടൊരു ഉള്ള റൈഡാണ്. നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് സൈക്ലിംഗ് ഒരു നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്, ആർച്ചറിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അവസാനമായിട്ട് ഇതോടൊപ്പം ചേർത്തിരിക്കുന്നത് ഞങ്ങളവിടെ ചെന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പണമടച്ചുള്ള റൈഡുകളും ഫ്രീ ആയിട്ടുള്ള റൈഡുകളും ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.